പ്രതികരണങ്ങളൊക്കെയാണ് ഇനി കാത്തിരിക്കുന്നത്. വി.ഡി. സതീശൻ ഒരു ഒന്നൊന്നര പ്രതികരണവുമായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസിന്റെ തീരുമാനങ്ങളൊന്നും എവിടെയും തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെത്. എന്തായാലും നമുക്ക് ഇടുക്കി വരെ ഒന്ന് പോയിട്ട് വരാം. ബിനീഷ് ആന്റണി ഉണ്ട് അവിടെ നിന്ന്. ബിനീഷ്, തരംഗം തന്നെ, UDF തരംഗം തന്നെയല്ലേ അവിടെയും? വ്യത്യാസമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. UDF തരംഗം തന്നെയാണ് ഇവിടെയുമുള്ളത്. LDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പല ജില്ലാ പഞ്ചായത്ത് അടക്കം വലിയ രീതിയിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു LDF നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ മാറ്റി പറഞ്ഞു തന്നെ ഇപ്പോൾ UDFന്റെ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ല. ആകെക്കൂടെ LDFന് ഒരു ഇടമലക്കുടി മാത്രമായിരുന്നു 9 സീറ്റ് പഞ്ചായത്ത്. ഇടമലക്കുടി പഞ്ചായത്തിൽ മാത്രമാണ് 9 സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ UDFന്റെ ഒരു തരംഗമായി മാറി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന് കാരണം പറയുന്നത് ഈ ഭൂനിയമ ഭേദഗതിയും അതോടൊപ്പം തന്നെ ഹൈവേ നിർമ്മാണമായുള്ള എല്ലാ പ്രശ്നങ്ങളാണ് ഈ LDFന് വോട്ട് ഇത്തരത്തിൽ കുറഞ്ഞു പോയത്. സീറ്റ് അവർക്ക് ലഭിച്ചില്ല എന്നുള്ളൊരു ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ജില്ലയെ പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ LDFന്റെ ഒരു വലിയ തരംഗമായി തന്നെ മാറിയിരിക്കുകയാണ്. ഏതായാലും മുന്നണികൾ എല്ലാം തന്നെ പുറത്തുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥികളടക്കം വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ്. അല്പസമയത്തിനകം അവരുടെ ഒരു പ്രകടനം ടൗണടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇനി അറിയാൻ ജില്ലാ പഞ്ചായത്തിന്റെ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു വെയിറ്റിംഗിലാണ് നമ്മളും. ഏതായാലും UDF തരംഗമായി മാറി ഇടുക്കി ജില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യെസ്, ഇടുക്കിയിലും വിഭിന്നമല്ല അവസ്ഥ. UDF അലയടിച്ചിരിക്കുന്നു. UDF കൊടുങ്കാറ്റ് വീശിയിരിക്കുകയാണ്. സംസ്ഥാനത്തെങ്ങും കൈക്കരുത്ത് കാട്ടിയിരിക്കുന്നു. കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു കേരളത്തെ. LDF 2020 ആഞ്ഞടിച്ച അതേ ഒരു തരംഗം ഇത്തവണ UDF ആ തരംഗം UDF തീർത്തിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതോടൊപ്പം NDAയെ സംബന്ധിച്ചും തങ്ങളുടെ സാന്നിധ്യം, തങ്ങളുടെ വോട്ട് നിലയൊക്കെ മെച്ചപ്പെടുത്തിയൊരു സാഹചര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങ് തിലകമണിയിക്കാൻ ഒരുങ്ങുകയാണ് BJP NDA എന്നുള്ളതും കൂടിയാണ്. ജില്ലാ പഞ്ചായത്തിൽ UDF മുന്നിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു. ആഘോഷങ്ങൾ പല ഭാഗങ്ങളിലും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഉണ്ണി, എനിക്ക് തോന്നുന്നു ഈ